ആ 1, ആ 2, ആ 3, ആ 4, ആ 5, 6. വേറെ ടീം അടിച്ച് തീർത്ത് നിരപ്പാക്കിക്കണ പാടത്തുനിന്ന് നമുക്ക് ഇതിന് മാത്രം മീനെടുത്ത് അവളെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാവൂലേ? ഈ മീനുകളെല്ലാം നമുക്ക് തായ്ലാൻഡിൽ നിന്നുള്ള ഫ്രോഗിൽ അടിച്ചേക്കണം കേട്ടോ. ഇവനാണ് നമ്മുടെ ഐറ്റം. മാരകൈറ്റ് ഇതൊക്കെ നമ്മുടെ ചാനലിലേക്ക് കേട്ടോ. റെഡി ആയിരുന്നോ? വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തേക്കണ ഒരു കുഞ്ഞൻ ഫ്രോഗിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലേറ്റ്സ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലേറ്റ്സ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവനൊന്ന് പരിചയപ്പെട്ടല്ല. ഹൺഡ്രഡിൻ്റെ ഫ്രോഗ് നമുക്ക് ഇങ്ങോട്ട് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഇത് പല ആളുകൾക്കും ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരുണ്ട്. അവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം അവർ തപ്പി പിടിച്ച് എങ്ങനെ വന്നാലും എടുത്തോളൂ. നല്ല പെട്ട കിട്ടിയാൽ അവർ തപ്പിയെടുക്കും. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ 3.8 സെൻറ്റിമീറ്ററിൽ 7.5 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കുറച്ചധികം ദൂരം ഇറങ്ങിയെത്തിക്കാൻ വേണ്ടി ഇതിൽ പറ്റുന്നുണ്ട്. ഈ V6S നമുക്ക് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ കിട്ടും. 5.5 ഗ്രാം എന്നുള്ളത് ഇതിൽ 7.5 ഗ്രാമായിട്ട് കിട്ടുന്നുണ്ട്. നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. നല്ല ലോങ്ങിൽ നിൽക്കുന്ന മീൻ വരെ നമുക്ക് ഇതിൽ അടിച്ച് കയറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹുക്ക് 1/0 നല്ല ഷാർപ്പായിട്ടുള്ള ഹുക്കാണ് വന്നത്. നല്ല അടിപൊളി ഹുക്ക് പ്രഷ്യുള്ള ഹുക്കാണ്. ചെറിയ ഹുക്കായാൽ പോലും നമുക്കത് അഴിച്ച് എടുക്കാനായിട്ട് അത്യാവശ്യം നമ്മൾ കൈ വെച്ച് തന്നെ അഴിക്കാൻ പറ്റും. ചിലത് പ്ലെയർ വെച്ച് തന്നെ അഴിക്കേണ്ടി വരും. അങ്ങനെ അത്രയും നല്ല എക്സ്ട്രീം ഷാർപ്പ് ഹുക്കാണ് ഇതിന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് 100 ഫ്രോഗ്. ഇതൊന്ന് പൊട്ടിച്ചിട്ട് അവരുടെ കേടായിട്ട് വരെ എടുക്കാന്ന് വെച്ചിട്ട് ഇതുവരെ കേടായിട്ടില്ല. എടുത്തിട്ട് ഇതുവരെ കേടായില്ല. ഞാൻ കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് ഇവരുടെ ഗോൾഡൻ കളർ എടുത്തത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന സവിശേഷത ഹുക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സോഫ്റ്റ് മെറ്റീരിയലാണ് റബ്ബർ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ നമ്മുടെ ഈ ഇവിടുത്തെ ഫ്രോഗുകൾ തന്നെ വല്ല പോച്ചയും മറിച്ചിട്ട് വരില്ല. നമ്മൾ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആണെങ്കിൽ പോലും ഒരു പോച്ചയും മറിക്കാണ്ട് കറക്റ്റായിട്ട് വരും. ഏത് പോച്ചയുടെ മുള്ളും കൂളത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് വലിക്കാം. വലിയ കാര്യമായിട്ട് ഉടക്കണില്ല. ഇത്ര ഇതുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പിന്നറിൻ്റെ സൈസ് കണ്ട. ഇത്രയുണ്ട് ഇതിൻ്റെ സ്പിന്നർ. നല്ല തൊണ്ണക്ക സ്പിന്നറാണ്, പക്ഷെ എന്നിട്ട് ഒരു ഉടക്കണില്ല. പിന്നെ ഇതിൻ്റെ സവിശേഷത നല്ല നോയ്സി സൗണ്ടാണ്. ഭയങ്കര സൗണ്ടല്ല, എന്നാലും അത്യാവശ്യം നോയ്സി സൗണ്ടാണ്. വെള്ളത്തിൽ കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷൻ അടിയിലേക്ക് ഫീൽ ചെയ്യും. മീനുകൾക്ക് പെട്ടെന്ന് മീനുകൾ കയറി അറ്റാക്ക് ചെയ്യും. അതേ നല്ലതാണ്. പക്ഷേ ഈ ഫ്രോഗിന് ഇതിൻ്റെതായ ചില കുഴപ്പങ്ങളുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡുകളുള്ള പോലെ തന്നെ ഇതിന് നെഗറ്റീവ് സൈഡുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് സൈഡ് ഇത് 50 ഗ്രാം മുതലുള്ള ബ്രാല് വരെ ആയിരിക്കും. അത്രയും ചെറിയ ബ്രാല് വരെയും ഇതിനെ കണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 50 ഗ്രാം 100 ഗ്രാം ഒക്കെ. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇത് അൺഹുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്ലെയർ തന്നെ യൂസ് ചെയ്യും. ലാസ്റ്റ് ചെയ്യും ഫ്രോഗ് ഞാനിപ്പോൾ എടുത്തിട്ട് തന്നെ ഏകദേശം ഒരു 6-8 മാസമായി. എടുത്ത ആദ്യത്തെ ഫ്രോഗ് പോലും കയറിയിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്ര നല്ല അടിപൊളി ഫ്രോഗാണ്. ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം നമുക്കൊരു 10-100 മീൻ ആ റേഞ്ചിൽ കിട്ടും. പൊളിയണില്ല, റബ്ബർ പൊളിയണില്ല. സാധാരണ ഫ്രോഗിന് റബ്ബർ അങ്ങനെ പൊളിഞ്ഞ് പോകാറില്ല. ഇത് ഇവിടെ കുറേ നാൾ യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് വരും. കുറേ നാൾ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലെടുത്തിടുക. ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾ നിങ്ങൾ കുറച്ച് നാളെ യൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലെടുത്ത് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അത്രയുള്ളൂ. അത് കാസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളത്തിൽ പൊക്കി മാറ്റുക. അത് ആ ഉരുകൂല. അതിന് ആ വെള്ളമായിട്ടൊരു കണക്ഷനോടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉരുകൂല. വെള്ളത്തിൽ ജസ്റ്റ് പൊക്കി മാറ്റി വയ്ക്കുക. ഏത് ഫ്രോഗായാലും ഇത് മാത്രമല്ല, ഹാൻഡ് മെയ്ഡ് ഏതായാലും ഉരുകും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക. ഇത് എനിക്ക് ഇതുവരെ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഉരുക്കി കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഇവിടെ ചെറിയ രീതിയിൽ ഗ്യാപ്പ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പച്ച ഫ്രോഗിൽ ചെറിയ ഇതിലും കൂടുതൽ ഗ്യാപ്പായിട്ടുണ്ട്. പക്ഷേ വെള്ളമൊന്നും കയറാനില്ല. എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല. എനിക്ക് ഫ്രോഗ് മൊത്തം മുതലായിരുന്നു. ഇത് പക്ക ഫ്ലോട്ടിങ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത്രയും വലിയ സ്പിന്നറിലും ഈ ഫ്രോഗ് പക്ക ഫ്ലോട്ടിംഗ് ആണ്. അങ്ങനെ കണ്ടമാനം മെച്ചങ്ങളുണ്ട്. ഈ ഫ്ലോട്ടിങ് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കൂടുതലാണ്, ഫ്ലോട്ടിംഗ് ആണ്, ഹുക്കപ്പ് കൂടുതലാണ്. പക്ക ജസ്റ്റ് പയ്യനെ ഹുക്ക് ചെയ്താൽ പോലും, പയ്യനെ റോഡ് ഹുക്ക് ചെയ്യണവർക്ക് പോലും ഇത് ഹുക്കാവുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാർ പലരും, ഞാനൊക്കെ അടിക്കണ ഇത്തിരി സ്പീഡിലടിക്കും, ഞാൻ ഇത്തിരി ബലത്തിലടിക്കും. പക്ഷെ നമ്മുടെ കൂട്ടുകാർക്ക് പോലും പയ്യനെ സ്ലോ ആക്ഷൻ റോഡ് യൂസ് ചെയ്യണവർക്ക് പോലും ഇത് ഹുക്കായി കിട്ടുന്നുണ്ട്. അപ്പം അത്രയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്, കുറേ ദോഷങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രോഗുകൾ എടുക്കുമ്പോൾ എപ്പോഴും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആരും പറയണ കേട്ട് എടുക്കാണ്ട് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് ആക്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും വെള്ളത്തിൽ നല്ല അടിപൊളി ആക്ഷനും ഓട്ടവും കാര്യങ്ങളൊക്കെ നല്ല പക്കയാണെന്നുണ്ടെങ്കിൽ, സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ അടിച്ചിരിക്കും. ഇതിൽ ആക്ഷനിലാണ് കൂടുതലും കാര്യം. കളറിൽ കാര്യമില്ലെന്ന് ആളുകൾ പറയുമെങ്കിൽ കളറിൽ കാര്യമുണ്ട്. അത് എനിക്ക് മനസ്സിലാക്കുന്നത് കളറിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ്. കാരണം ഒരേ കമ്പനിയുടെ 2 കളർ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കളറിൽ പെട്ടെന്ന് അടിക്കലടിക്കും. കളറിൽ കാര്യമുണ്ട്. കാര്യമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടടിച്ചിട്ടാക്കാന്നല്ലാണ്ട് കളറിൽ കാര്യമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിട്രീവ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ആവറേജ് ഒരു ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട്. ഫ്രോഗ് ഇതാണ്. കുറേ പേര് ഇത് കാണാണ്ട് ജസ്റ്റ് എന്താ സംഭവം എന്ന് അറിയാണ്ട് ബുക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ പറയണ കേട്ടിട്ട് ഇതാണ് സാധനം. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള അടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മീൻ കിട്ടിയ വീഡിയോസൊക്കെ ഇതിനകത്തുണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ പോയിട്ടും നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് എവിടെ ഇട്ടാലും മീനടിക്കും.
എവിട്ടാലും പിന്നെ ഒരു കാര്യം ഇത് എല്ലാ ആളുകളും വലിച്ചറവറാന്ന് വലിച്ച് കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ബ്രാവോന്റെ ഇതൊക്കെ ഏകദേശം എല്ലാ ആളുകളും എടുത്ത് അത് ഒരു കുളമാക്കി നശിപ്പിച്ച്, അതുപോലെയൊക്കെ തന്നെ ഇതാക്കി കഴിഞ്ഞാൽ രക്ഷയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് V6ന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാടത്ത് നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് നമ്മളത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്രോഗ് എടുക്കണ കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മുമ്പത്തെ കൊല്ലം ഹണ്ടറിൻ്റെ ഫ്രോഗ് എന്ന് പറഞ്ഞ് 250 രൂപ കുറേ കോപ്പി ഫ്രോഗുകൾ ഇറങ്ങിയായിരുന്നു. ഇത് കുടിൽ വ്യവസായം പോലെ അവിടെ അടിച്ചു കൊടുക്കുന്ന ടീമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീമിൻ്റെ നിന്നുള്ള ഫ്രോഗുകൾ നിങ്ങളുടെ കയ്യിൽ വന്ന് പെടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ചീപ്പർ റേറ്റിന് ഫ്രോഗ് വന്നിട്ട് നമ്മൾ 5 പീസ് എടുത്തിട്ട് അതിൽ 2 എണ്ണത്തിൻ്റെ സ്പിന്നർ നമുക്ക് 3-4 മീൻ പിടിച്ചപ്പോൾ പോയി. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതുപോലെ ഒടിച്ചുത്തി ടീം തന്നെയാണ് ഈ പ്രാവശ്യം ഇറക്കണതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾ നോക്കിയും കണ്ട് ഡീൽ ചെയ്യുക. നിസ്സാര പൈസക്ക് വേണ്ടി ഒറിജിനൽസ് നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. ഫ്രോഗിൻ്റെ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 35 മീറ്റർ 40 മീറ്റർ ആ റേഞ്ചിൽ ബെയ്റ്റ് കാസ്റ്റിംഗ് ഇപ്പോൾ ഉണ്ട്. സ്പിന്നിങ്ങിലും ഏകദേശം അത്ര അടുത്ത് തന്നെ പോകട്ടെ, നല്ല ബ്രൈഡാണെങ്കിൽ. ഇത്രയും പോകും ഏകദേശം 25-30 മീറ്റർ വരെ പുഷ്പം പോലെ പോകും.